നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കോവിഡ് പ്രതിസന്ധി അയഞ്ഞതോടെ ഗൾഫ് മേഖലയിലെ തൊഴിലിടങ്ങളിലേക്ക് മടങ്ങുന്ന പ്രവാസികൾ വർദ്ധിച്ചിരിക്കുകയാണ്. ഡിസംബർ 1 മുതൽ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് സൗദിയിലേക്ക് നേരിട്ട് പ്രവേശിക്കാൻ ഇതിനോടകം തന്നെ അനുമതിയും നൽകി കഴിഞ്ഞു. എന്നാൽ ഇന്ത്യയിൽ നിന്ന് 2 ഡോസ് വാക്സിൻ എടുത്തവർക്കും സൗദിയിൽ ക്വാറന്റൈൻ നിർബന്ധമാക്കിയിരിക്കുകയാണ്. ഇന്ത്യ അടക്കമുള്ള 6 രാജ്യങ്ങളിൽ നിന്ന് ഡിസംബർ 1 മുതൽ സൗദിയിലേക്ക് നേരിട്ട് വിമാന സർവീസ് ആരംഭിക്കുമെങ്കിലും ഇന്ത്യയിൽ നിന്ന് വാക്സിൻ എടുത്തവർക്കും എടുക്കാത്തവർക്കും ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈൻ ആവശ്യമാണ്. എന്നാൽ സൗദിയിൽ നിന്ന് 2 കോവിഡ് വാക്സിൻ പൂർത്തിയാക്കിയവർക്ക് ക്വാറന്റൈൻ ആവശ്യമില്ല. ഇന്ത്യക്ക് പുറമെ പാകിസ്ഥാൻ, ബ്രസീൽ, വിയറ്റ്നാം, ഈജിപ്ത്, ഇന്തോനേഷ്യ എന്നീ രാജ്യങ്ങളിൽ നിന്നുമാണ് നേരിട്ട് വിമാന സർവീസ് ആരംഭിക്കുക. ഡിസംബർ 1 പുലർച്ചെ 1 മുതൽ ഈ രാജ്യങ്ങളിൽ നിന്ന് സൗദിയിലേക്ക് നേരിട്ട് പ്രവേശനം അനുവദിക്കുന്നതാണ്. ഇവർക്ക് ഇനി മുതൽ മറ്റ് രാജ്യങ്ങളിൽ 14 ദിവസത്തെ ക്വാറന്റൈൻ ആവശ്യമില്ല. അതേസമയം നിയന്ത്രണങ്ങളിൽ അയവ് വന്നതും വിസ പുതുക്കലിൽ ഇളവുകൾ വന്നതുമാണ് ഇത്തരത്തിൽ പ്രവാസികൾ ഗൾഫിലേക്ക് എത്തിച്ചേരാൻ കാരണമായത്. ആഴ്ചയിൽ 5000-ലേറെ പേർ മടങ്ങുന്നതായാണ് കണക്കുകൾ. കൂടുതൽ മലയാളികൾ ജോലി ചെയ്യുന്ന സൗദി അറേബ്യയിലേക്കാണ് പ്രവാസികൾ കൂടുതലായും മടങ്ങുന്നത്. പ്രവാസികളുടെ തിരിച്ചറിയൽ രേഖയായ ഇഖാമ 3 മാസത്തേക്കുൾപ്പെടെ പുതുക്കാൻ തുടങ്ങിയതും തിരിച്ചുപോക്കിന് വേഗം കൂട്ടിയിട്ടുണ്ട്. നാട്ടിൽ നിന്നുകൊണ്ട് വിസ പുതുക്കാനായതും സഹായകമായി മാറി. 2 ഡോസ് വാക്സിൻ എടുക്കാത്തവർക്ക് സൗദിയിലേക്ക് നേരിട്ട് പ്രവേശനം അനുവദിക്കുന്നതല്ല. വാക്സിൻ എടുക്കാത്തവർ ദുബായിലെത്തി 15 ദിവസം ക്വാറന്റൈന് ശേഷമാണ് സൗദിയിലേക്ക് പോകുന്നത്. ഖത്തർ, ദുബായ്, ഒമാൻ, ബഹ്റൈൻ, കുവൈറ്റ് എന്നിവിടങ്ങളിലേക്കും പ്രവാസികളുടെ മടക്കയാത്ര ആരംഭിച്ചിട്ടുണ്ട്. പല രാജ്യങ്ങളിലേക്കും നേരിട്ടുള്ള വിമാന സർവീസ് പുനരാരംഭിച്ചതും ആശ്വാസമായി മാറി. നിരക്ക് കൂടുതലാണെങ്കിലും സർവീസ് നടത്തുന്ന ഭൂരിഭാഗം വിമാനങ്ങളും മുഴുവൻ സീറ്റിലും യാത്രക്കാരുമായാണ് മടങ്ങുന്നത്. നെടുമ്പാശ്ശേരിയിൽ നിന്ന് ഗൾഫ് രാജ്യങ്ങളിലേക്ക് ആഴ്ചയിൽ 162 സർവീസ് ഉണ്ട്. കരിപ്പൂരിൽ നിന്നുള്ള സർവീസുകൾ ഉടനെ പഴയ രീതിയിലാക്കുമെന്നാണ് കരുതുന്നത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.